നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം 600ഓളം വേക്കൻസീസ് ഉള്ള അല്ലെങ്കിൽ പാരാമെഡിക്കൽ കാറ്റഗറിയിൽ 600ഓളം വേക്കൻസീസ് ഉള്ള ഒരു വിജ്ഞാപനം നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ RRBയുടെ എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാവേ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുസ് അക്കാഡമി. സോ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കുറെ നാൾ കാത്തിരുന്ന ആ ഒരു റിക്രൂട്ട്മെന്റിന് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതാണ്. അതായത് നമ്മൾ ഈ കാണുന്ന പോലെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുക. നോക്കി, 2026 വേക്കൻസി നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ടീസ് വന്നിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഓരോ സോൺ വൈസ് ഉള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അധികം താമസമില്ലാതെ തന്നെ അറിയാനായിട്ട് കഴിയും. സോ അതിന്റെ ഇനിഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുക. അതായത് ഏകദേശം 600ഓളം വേക്കൻസീസ് ഉള്ള അല്ലെങ്കിൽ പാരാമെഡിക്കൽ കാറ്റഗറിയിൽ 600ഓളം വേക്കൻസീസ് ഉള്ള ഒരു വിജ്ഞാപനം നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നോക്കി, ഏകദേശം നമ്മുടെ നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ 372 വേക്കൻസി അല്ലേ, ഇതാണ് അതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ എന്ന് പറയുക. ശ്രദ്ധിക്കുക, ഇതുവരെ നോട്ടിഫിക്കേഷൻ ശരിക്കും വന്നിട്ടില്ല. അതിന്റെ ലൈക്ക് ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഈ ഇത്രയും പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാകും എന്നുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിക്കുക. അത് നോക്കി, നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 372 കേട്ടോ, നോക്കിക്കാം, 372 വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് നമുക്ക് RRB എന്താണ്, ഇതിന്റെ അട്രാക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു RRB എപ്പോഴും റെയിൽവേയിൽ ഉള്ള ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഒരു ഹയർ പൊസിഷനിലേക്കുള്ള ഒരു ജോലിയായിട്ട് നമ്മൾ കാണുന്നതാണ് അല്ലേ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നോക്കിയാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ് ആണ്. രണ്ടാമത്തെ നമുക്ക് ദിവാലി അല്ലെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലിങ്ക് അല്ലെ പ്രൊഡക്ടിവിറ്റി ലിങ്ക് ബോണസ് ആണ്. പിന്നെ അതുകൂടാതെ നോക്കിയാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള കൺസെഷണൽ റെയിൽവേ പാസ് ലഭിക്കും. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് നോക്കിയാൽ ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ഉണ്ടാകും. അതുകൂടാതെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ കവറേജ് നമുക്ക് ഉണ്ടാകും. പിന്നെ ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് അതിന്റെ സ്റ്റഡി ലീവ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അതുകൂടാതെ നോക്കി ഫ്രീ റെയിൽവേ ടൂർ, നമുക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് റെയിൽവേ ടൂർ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്നിടത്ത് എവിടെയാണോ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ടൂറിന്റെ ഭാഗമായിട്ട് നമുക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ശരിക്കും ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നോക്കി, നമ്മുടെ ഈ RRBയുടെ എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാവേ. അപ്പൊ കഴിഞ്ഞ എക്സാമിനേഷന്റെ റിസൾട്ട് ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ സൗത്ത് സോണിലേക്ക് വരുമ്പോൾ, നമുക്ക് ചെന്നൈയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ചെന്നൈ ബാംഗ്ലൂർ ഒക്കെ ആയിരുന്നു നമുക്ക് വേക്കൻസി ഉണ്ടായിരുന്നത്. അവിടുത്തെ കട്ട് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 79 മാർക്സ് അല്ലെ, 79 അല്ലെങ്കിൽ 80 മാർക്കോട് അടുപ്പിച്ചുള്ള കട്ട് ഓഫ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ആ കട്ട് ഓഫ് പറയാനുള്ള കാരണമുണ്ട്. നോക്കി, നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സിൽ നിന്ന് നമുക്ക് 70 ക്വസ്റ്റ്യൻസ് അല്ലെ, 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ബാക്കി 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് ആണ്. അതായത് നോക്കിയാൽ ജനറൽ അവയർനെസ്, ജനറൽ അരിത്മെറ്റിക്, ജനറൽ ഇന്റലിജൻസ്, റീസണിങ്, അതുകൂടാതെ ജനറൽ സയൻസ്, ഇങ്ങനെയുള്ള നോൺ നഴ്സിംഗ് സബ്ജക്ട്സിൽ നിന്ന് ഏകദേശം നോക്കിക്കേ എത്രയാണ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കും അല്ലെ. അപ്പൊ ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം നഴ്സിംഗ് സബ്ജക്ട്സ് പഠിച്ചു, നഴ്സിംഗ് സബ്ജക്ട്സിന് 70 മാർക്ക് നേടി എന്നിരിക്കട്ടെ, എങ്കിൽ നോക്കിയേ ഈ ഒരു നമ്മുടെ കട്ട് ഓഫിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് കഴിയില്ല അല്ലെ. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ എക്സാം പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. പക്ഷെ നോൺ നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളെ വിദ്യാർത്ഥികളെ വലിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ നോക്കിയാൽ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ, അതായത് നമ്മൾ ബാക്കി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ അല്ല RRBയുടെ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുക. കാരണം എന്താണ്, അവിടെ നമ്മൾ നോൺ നഴ്സിംഗ് സബ്ജക്ട്സിന് ഡ്യൂ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഡ്യൂ ആയിട്ടുള്ള പ്രിഫറൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ കട്ട് ഓഫ് ഒക്കെ ചിലപ്പം കുറച്ചൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ, നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ഈ പറയുന്ന നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് ആണ്. അവിടെ അത്യാവശ്യം നല്ല 30 മാർക്കിൽ 30% വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എക്സാമിനേഷനൊക്കെ നോട്ടിഫിക്കേഷൻ ഇനി വരും. ജൂലൈ ഓഗസ്റ്റിൽ മിക്കവാറും നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. എക്സാമിനേഷൻ 2027 ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിരിക്കാം മിക്കവാറും എക്സാമിനേഷൻ വരിക. അപ്പൊ യൂഷ്വലി നമ്മൾ പറയും എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ട് പഠിക്കാമെന്ന് പറയല്ലേ. പക്ഷേ ഈ RRBയുടെ എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിങ്ങൾ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ട് പഠിക്കാനായിട്ട് നിൽക്കരുത്. കാരണം എന്താണ്, കാരണം നമുക്ക് നഴ്സിംഗ് സബ്ജക്ട്സ്, നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ കൃത്യമായിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജിയോടുകൂടി, ടൈം ടേബിളോട് കൂടി, ഒരു പ്ലാനോട് കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഈ പറയുന്ന ഒരു ഗ്ലാമറസ്
പോസ്റ്റ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ നോക്കിയാൽ എന്താണ് ഇതിന്റെ സ്റ്റഡി പ്ലാൻ, ഏത് രീതിയിലാണ് നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ ഒന്ന് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മുടെ സബ്ജക്ട്സ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ സിലബസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ നോക്കി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാവോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടോ, ഇനി അത് ക്വസ്റ്റ്യൻ ഫോമിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുമോ അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനും അതുകൂടാതെ നമുക്ക് എന്താണ് നമ്മുടെ ഏത് ഏരിയയിലാണ് നമ്മൾ വീക്ക് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അതുകൂടാതെ നോക്കി നമുക്ക് എന്താ പ്രീവിയസ് ഇയർ RRBയുടെ ക്വസ്റ്റ്യൻസ് അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനോ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അതുകൂടാതെ നോക്കി പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് എന്താ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അതുകൂടാതെ നോക്കി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQs സോൾവ് ചെയ്യുന്ന സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. നോക്കി അപ്പോൾ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക അല്ലെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക, പഠിച്ചാൽ മാത്രം പോരാ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോ നോക്കി എക്സാമിനേഷന്റെ ഡേറ്റ് വരിക മേ ബി എക്സാമിന് 1-2 മാസം മുന്നേ ആയിരിക്കും. അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് മേ ബി ഒരു സബ്ജക്ട് പോലും നമുക്ക് പഠിച്ചു തീരാനായിട്ട് കഴിയില്ല അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ എന്താ കൃത്യമായ പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ടൊക്കെ മേ ബി തോന്നുമായിരിക്കും, കളർ പെന്നൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ച് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വേറൊരു കളറിൽ വെച്ചിട്ട് എഴുതിയൊക്കെ വയ്ക്കാം അല്ലെ. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്താണ്, നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊക്കെ നോക്കാൻ പറ്റും അല്ലെ. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഈ കളേർഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കും നമുക്ക് കൂടുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് നമ്മുടെ അറ്റൻഷൻ അത് സീക്ക് ചെയ്യും അല്ലെ, നമ്മുടെ അറ്റൻഷൻ പെട്ടെന്ന് അതിലേക്ക് എത്തും. സോ ദാറ്റ് നമുക്ക് എന്താണ് നമുക്ക് പെട്ടെന്ന് ആ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് നമുക്ക് ഓർത്തെടുക്കാൻ നമുക്ക് വായിച്ചെടുക്കാനൊക്കെ കഴിയും അല്ലെ. അപ്പൊ അങ്ങനെ കളർ പെൻസ് അതുകൂടാതെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പല കളറിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ ഉറക്കം വരില്ല അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ബോർഡായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ചെറിയ നോട്ട്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ സമ്മറീസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ മൈൻഡ് മാപ്പ്, ചാർട്ട് അല്ലെ ഡയഗ്രാംസ് ഒക്കെ വെച്ച് പഠിക്കുക അല്ലെ, അതായത് ഓരോ കാര്യങ്ങൾ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കും കൂടുതൽ നേരം. എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ഓർത്തെടുത്ത് എഴുതാനായിട്ട് കഴിയും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റെഗുലർ ആയിട്ടുള്ള റിവിഷൻ, അതുകൂടാതെ തന്നെ സെൽഫ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, യൂഷ്വലി ഈ പറയുന്ന ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അല്ലെ, നമ്മുടെ ലെവൽ എവിടെയാണെന്ന് അറിയുക, നമുക്ക് എന്താണ് നമ്മുടെ പ്രശ്നം, എവിടെയാണ് നമ്മുടെ മാർക്ക് കുറയുക എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അത് നമ്മൾ എന്ത് ചെയ്യുക ഇംപ്രൂവ് ചെയ്തെടുക്കുക. അപ്പം ഈ രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക എക്സാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ RRBയുടെ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പുതിയ ബാച്ച് ഈ വരുന്ന 29-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സോ ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എത്രയും വേഗം നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇന്നു മുതൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക. സോ ദാറ്റ് നമുക്ക് നല്ല ഒരു ജോലി അല്ലെ ഈ പറയുന്ന RRBയിലെ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് ജോലി നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. സോ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.